കാലമാണ്. ഓണം എന്നാണ് തുടങ്ങിയത് എന്ന് തർക്കിക്കുന്നവർ ഒരു വശത്ത്, ഓണം ആരുടെ ആഘോഷമാണെന്ന് തർക്കിക്കുന്നവർ വേറൊരു വശത്ത്, ഓണം മാവേലിയുടേതാണോ അതോ വാമനന്റെ ആണോ എന്ന് തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നവരുമുണ്ട്. ഓണം ദേ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയതെന്ന് പറയുന്നവരുണ്ട്. അതല്ല, ചരിത്രം തുടങ്ങുമ്പോൾ മുതലുണ്ട് ഓണമെന്ന് പറയുന്നവരുമുണ്ട്. അന്നത്തെ ഓണമാണോ ഇന്നത്തെ ഓണമെന്ന് ആശ്ചര്യപ്പെടുന്നവരുമുണ്ട്. കഥ ഏതെടുത്താലും ഓണം കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലാത്ത ആഘോഷമാണ്. എന്താണ് ഓണമെന്ന സത്യം പറയട്ടെ. മായോൻമേയ ഓണ നന്നാൾ മാങ്കുടി മരുതനാർ എഴുതിയ മധുരൈ കാഞ്ചിയിലെ ആദ്യ വരി ചൊല്ലിയതാണ്. മരുതനാർ ജീവിച്ചിരുന്നത് 2-ാം നൂറ്റാണ്ടിലാണ്, ഏകദേശം 1800 വർഷം മുൻപ്. മധുരയിൽ ഓണം ആഘോഷിച്ചത് എങ്ങനെയാണെന്നാണ് ആ വരികൾ പറയുന്നത്. മായോൻമേയ ഓണ നന്നാൾ എന്നതിന് 2 വിധത്തിൽ അർത്ഥം വ്യാഖ്യാനിക്കുന്നുണ്ട്. മായോൻ എന്നാൽ ദൈവമാണെന്നും ദൈവത്തിന്റെ തിരുനാളായ ഓണ ദിവസമെന്നുമാണ് ഒരു വ്യാഖ്യാനം. മായോൻ രാജാവ് തന്നെയാണെന്നും രാജാവിന്റെ തിരുനാളാണെന്നുമാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. മാങ്കുടി മരുതനാർ എഴുതിയ മധുരൈ കാഞ്ചിയിൽ കടന്നുവരുന്ന ഈ ഓണം തിരുമാളിന്റെ പിറന്നാളാണ്. തിരുമാൾ എന്നാൽ തിരുമനസ് അഥവാ രാജാവ് തന്നെ എന്ന് പറയുന്നവയാണ് തുടർന്നുള്ള വരികൾ. ശത്രുക്കളെ നിഗ്രഹം ചെയ്ത വീരന്മാർ തിരുമാളിന്റെ പിറന്നാൾ ദിനമായ ഓണത്തിനെത്തും. അവർ സ്വർണമാലയണിഞ്ഞും തേൻകിനിയും പൂക്കൾ ചാർത്തിയും അണയും. അവരുടെ മുഖത്ത് വാളുകൾ ഉണ്ടാക്കിയ പോറലുകൾ ഉണ്ടാകും. നെറ്റിയിലും കരുത്തുറ്റ കൈകളിലും യുദ്ധത്തിന്റെ വടുക്കൾ ഉണ്ടാകും. അവരെത്തിക്കഴിഞ്ഞാൽ അവിടെ കരുത്തരായ ആനകൾ ഏറ്റുമുട്ടും. കാഴ്ചക്കാർ കള്ളുമോന്തി ആ ലഹരിയിൽ കറങ്ങി നടക്കുന്നുണ്ടാകും. ആനകൾ ഓടി വരാതിരിക്കാൻ ഇട്ടിരിക്കുന്ന ഉരുളൻ കല്ലുകളിൽ തട്ടി അവരുടെ കാലുകൾ വേദനിക്കുന്നുണ്ടാകും. ഈ ഉത്സവം അങ്ങനെ 7 ദിവസം നീണ്ടു നിൽക്കും. ക്രിസ്തുവിന് തൊട്ടു പിന്നാലെയുള്ള നൂറ്റാണ്ടിൽ നടന്ന ഓണാഘോഷത്തെക്കുറിച്ചാണ് മധുരൈ കാഞ്ചിയിൽ പറയുന്നത്. ഇത് പറയുന്ന കാലത്ത് കടൽ പിറകോട്ടിയ ചേരൻ എന്നറിയപ്പെട്ട ചെങ്കുട്ടവനാണ് ചേരരാജ്യം അഥവാ കേരളം ഉൾപ്പെട്ട പ്രദേശം ഭരിച്ചിരുന്നത്. ആ രാജാവിന്റെ പിറന്നാൾ മധുരയിൽ ആഘോഷിക്കാൻ വഴിയില്ല. മധുര അന്ന് പാണ്ഡ്യരാജ്യത്തിന്റെ ഭാഗമാണ്. പഴം തമിഴ് കാലത്ത് ഇന്നത്തെ കേരളവും തമിഴകവുമൊക്കെ ഒരേ സംസ്കാരം പേറിയിരുന്ന നാടുകളാണ്. രാജാക്കന്മാർ ഒക്കെ പരസ്പരം തേരോട്ടം നടത്തിയിരുന്നവരാണ്. അതുകൊണ്ട് കഥകൾ അതിർത്തികളില്ലാതെ കേറി ഇറങ്ങി നിൽക്കും. ഓണം ഇന്നോ ഇന്നലെയോ അല്ല, ഏറ്റവും കുറഞ്ഞത് 2-ാം നൂറ്റാണ്ടിലെങ്കിലും തുടങ്ങി എന്നതിന് ഈ മധുരൈ കാഞ്ചിയാണ് തെളിവ്. ഇനിയുമുണ്ട്. AD 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പെരിയാഴ്വാർ എഴുതിയ ഗാനമാണ് പല്ലാണ്ട്. അതിന്റെ ഏകദേശ പരിഭാഷ ഇങ്ങനെയാണ്: പ്രിയനെ, ഇന്നേക്ക് 7-ാം ദിവസമാണ് തിരുവോണം. യുവതികൾ മധുര ശബ്ദത്തിൽ പാടിയ പല്ലാണ്ട് ഗാനത്തോടെ നമ്മുടെ ഓണാഘോഷം ആരംഭിച്ചിരിക്കുന്നു. അങ്ങയ്ക്ക് സമർപ്പിക്കാൻ ചോറും മധുര പലഹാരങ്ങളും തയ്യാറായി കഴിഞ്ഞു. നാളെ മുതൽ ഗോക്കളെ മേയ്ക്കാൻ പോയി കളയരുതേ. ഇടയന്മാരെമ്പാടും വാണിരുന്ന കാലമാണ്. ഇടയന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ഓണത്തെക്കുറിച്ചാണ് ഈ പല്ലാണ്ട് ഗാനത്തിൽ പറയുന്നത്. 10-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ 10-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും സ്ഥാണുരവിയുടെ AD 861 താമ്രശാസനത്തിൽ ആവണി ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തൃക്കാക്കരയിൽ രാജാവിന് മുന്നിലേക്ക് നാട്ടുരാജാക്കന്മാർ എത്തിയിരുന്നതായിരുന്നു ഓണാഘോഷം. 56 നാട്ടുരാജാക്കന്മാർ 28 ദിവസം ഘോഷയാത്രയായി എത്തുന്നതായിരുന്നു രീതി. അങ്ങനെ കർക്കടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ 28 ദിവസത്തെ ആഘോഷം. അങ്ങനെ കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും തിരുവോണത്തിന് 10 ദിവസം മുൻപ് അത്തം നാളിലാണ് ഒന്നിച്ചു വന്നിരുന്നത്. ആ ദിവസത്തെ ചമയത്തെ ഓർമ്മിപ്പിച്ചാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഇക്കാലത്ത് തന്നെ ശൈവധാരയെ വൈഷ്ണവധാര മറികടന്നു. അപ്പോഴും വർഷത്തിലൊരിക്കൽ തുടർന്ന ശൈവാരാധനയാണ് അന്നത്തെ ഓണം എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഈ കഥയെ പിന്നീട് ഉത്തരേന്ത്യയിലെ മഹാബലി വാമനൻ കഥയുമായി ലയിപ്പിച്ചാണ് ഇപ്പോഴത്തെ ഭാഷ്യം ഉണ്ടായതെന്നാണ് വേറൊരു കണ്ടെത്തൽ. NV കൃഷ്ണവാര്യർ ഓണത്തെ അസീരിയയുമായാണ് ബന്ധിപ്പിക്കുന്നത്. ഇന്നത്തെ ഇറാഖും ഇറാനും സിറിയയും എല്ലാം ഉൾപ്പെടുന്ന ഭാഗമാണ് അസീരിയ. അവിടെ ക്രിസ്തുവിനും 21 നൂറ്റാണ്ട് മുൻപ് മുതൽ 7 നൂറ്റാണ്ട് മുൻപ് വരെ ഉണ്ടായിരുന്ന സംസ്കാരമാണത്. അസീരിയയിൽ നടന്ന ഖനനത്തിൽ ഒരു ഗ്രന്ഥാലയം കണ്ടുകെട്ടി. അതിൽ പറയുന്ന രാജാക്കന്മാരെല്ലാം ബാലെ എന്ന വിശേഷണത്തോടെ ഉള്ളവരായിരുന്നു. അവരെല്ലാം ബലിമാരായിരുന്നെന്നും അതിൽ ഉഗ്രനായ ആളാണ് മഹാബലി എന്നുമാണ് ആ വാദം. അത്രയേറെ പഴക്കമുള്ള ആ സംസ്കാരമാണ് കേരളത്തിലേക്ക് വന്നതെന്നും കൃഷ്ണവാര്യർ പറയുന്നു.
മെസപ്പൊട്ടോമിയയിൽ നിന്ന് നടന്നു വന്ന ജനതയാണ് കേരളത്തിൽ താമസം ഉറപ്പിച്ചത് എന്ന കണ്ടെത്തലുമായി ഒത്തുപോകുന്നതാണ് ഈ വാദം. ഏത് മാനദണ്ഡം വെച്ചളന്നാലും ഓണം ഒരു സമകാലിക ആഘോഷമല്ല, നമ്മുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ആഘോഷമാണ്. വാമനനും മഹാബലിയുമൊക്കെ ആ കഥകളിലേക്ക് പിന്നീട് ചേർക്കപ്പെട്ടവരാണ്. ഇനി ആ കഥയിലെ മഹാബലിയാണെന്ന് വാദത്തിന് സമ്മതിച്ചാലും മറ്റൊരു ചോദ്യം ബാക്കിയുണ്ട്. ഇന്ത്യയിൽ മറ്റൊരു നാട്ടിലുമില്ലാത്ത ഓണം നമ്മൾ മാത്രമല്ലേ ആഘോഷിക്കുന്നത്? അതുകൊണ്ട് ഇത് നമ്മുടെ തനത് മഹാബലി അല്ലാതെ മറ്റാരാണ്? ഏത് കഥ വിശ്വസിച്ചാലും ഓണത്തിന്റെ നന്മയും സത്യവും കൈവിട്ട് കളയരുതേ എന്ന് മാത്രം. നമസ്കാരം.